സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വൈകിട്ട് 6-നും 12-നും ഇടയിലാണ് നിയന്ത്രണം. ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത്. പീക്ക് അവറിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. AC ഉപയോഗം കൂടിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, ഒടുവിൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്? ഏതൊക്കെ സമയങ്ങളിലാണ് ഇപ്പോൾ ഈ ലോഡ് ഷെഡിംഗ്? ശക്തമായിട്ടുള്ള ചൂടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അതിന്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയൊരു വർധനവ് സംസ്ഥാനത്ത് ഉണ്ടായത്. എന്തായാലും അതേ തുടർന്നാണ് നിലവിൽ ഈ പീക്ക് ലോഡ് മാനേജ്മെന്റ് ഉപരിയായി ഒരു ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാനുള്ള തീരുമാനത്തേക്ക് കടന്നിരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്കും രാത്രി 12-നും ഇടയിലുള്ള ഏതെങ്കിലും അരമണിക്കൂർ വരെയുള്ള സമയം ലോഡ് ഷെഡിംഗ് നടത്താനാണ് ഇന്ന് ചേർന്ന KSEBയുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. പീക്ക് അവറിൽ ഇത്തരത്തിലുള്ള വാഹന ചാർജിംഗ് പാടില്ല എന്നതുൾപ്പെടെയുള്ള തീരുമാനം യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, AC-യുടെ ഉപയോഗം ശക്തമായ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ AC-യുടെ ഉപയോഗം കൂടുന്നുണ്ട്. അത് 24-നും 26-നും ഇടയിലായി AC-യുടെ ടെമ്പറേച്ചർ ക്രമീകരിക്കാനുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഗ്യാസിന്റെ ഒരു ആശങ്കയൊക്കെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഇലക്ട്രിക് ആയിട്ടുള്ള വഴികളിലൂടെ ഇത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആളുകൾ തുടങ്ങിയതാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് എന്നതടക്കമുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇനി ഇത്തരത്തിൽ ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ലോഡ് ഷെഡിംഗുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ശരി, സംസ്ഥാനത്ത് സർക്കാർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വൈകിട്ട് 6-നും 12-നും ഇടയിലാണ് വൈദ്യുതി നിയന്ത്രണം. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്.